രാവിലെ തന്നെ ക്ലാസ്സും കട്ട് ചെയ്ത് ഇറങ്ങിയേക്കുവാണ് രണ്ടുപേരും കൂടെ. അലീനയ്ക്കാണെങ്കിൽ നല്ല പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊന്ന് കൊണ്ട് കാണിക്കാമെന്ന്. അങ്ങനെ ഇവിടെ നേരെ അടുത്തുള്ള കെആർപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വന്നത്. ഇവിടെയാണെങ്കിൽ ആകെ മൊത്തം ഒരു നെഗറ്റീവ് വൈബാട്ടോ. ഞങ്ങളാണെങ്കിൽ അങ്ങോട്ടേക്ക് ഊബറിനാണ് പോയത്. അലീനയുടെ മമ്മി എന്നെ വിളിച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവളാണെങ്കിൽ ഒരേ നിർബന്ധം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ. അവിടുത്തെ ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷേ നല്ല താമസം ഉണ്ടായിരുന്നു. പോരാത്തതിന് ഓൾറെഡി 1 മണി കഴിഞ്ഞു. ഡോക്ടേഴ്സൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ ഒരു ബസ് പിടിച്ച് ഞാൻ ഫസ്റ്റ് ഇയർ ഡ്യൂട്ടിക്ക് പോയ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെയാണെങ്കിൽ മൊത്തം പൈസക്കാരാട്ടോ പോകുന്നത്. പോരാത്തതിന് നമ്മളെ നല്ല രീതിക്ക് പൈസ പിരിക്കും. പിന്നെ ഒന്നും നോക്കാതെ ഞങ്ങൾ രണ്ടുകൂടെ നേരെ അങ്ങോട്ടേക്ക് പോയി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹെൽത്ത് ആണല്ലോ. അവളെ നേരെ തന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. ഞാനാണെങ്കിൽ ഫോമൊക്കെ ഫില്ല് ചെയ്ത് റിസപ്ഷനിൽ കൊടുത്തു. കാഷ്വാലിറ്റിയിൽ ഞാൻ ഓൾറെഡി അവിടെ പോസ്റ്റിങ്ങിന് നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ നല്ല മാറ്റം ഉണ്ട്. അവളെ അവിടെ കിടത്തിയിട്ട് അവർ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. നല്ല താമസിച്ചിട്ടാണ് അവർ ഞങ്ങളുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ തന്നത്. ചിലപ്പോൾ അത്രയും നേരം അവിടെ കടത്തുമ്പോൾ അവർക്ക് അത്രയും പൈസ കൂട്ടി മേടിക്കാനായിരിക്കും. 15 മിനിറ്റ് മാത്രം കാഷ്വാലിറ്റി കിടത്തിയിട്ട് വൈറ്റൽസ് ചെക്ക് ചെയ്ത് അലീനയുടെ ബില്ല് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടി. കൺസൾട്ടേഷൻ ഫീ മാത്രമായിട്ട് 850. പിന്നെ ട്രീറ്റ്മെന്റ് ചാർട്ടിലെ മെഡിക്കേഷൻസ് കൊണ്ട് അതിശയിക്കാനേ സമയമുള്ളൂ. കടുത്ത പനി, കഫ് സ്പൂട്ടം, അതായത് ചുമ വിത്ത് കഫ്, ഇതൊക്കെ ആയിട്ട് ചെന്ന അലീനയ്ക്ക് അവർ ട്രീറ്റ്മെന്റ് ചാർട്ടിൽ എഴുതി വെച്ച മെഡിക്കേഷൻസ് ആണ് പാരസെറ്റാമോളും സിട്രസിനും. പിന്നെ പേരിന് വേണ്ടി ഒരു നേസൽ സ്പ്രേയും പാൻഡോപ്പും. അല്ല, ഇതൊക്കെ കഴിച്ചിട്ട് കുറയാനായിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. രാവിലത്തെ ഫുഡ് മാത്രം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്മനഹള്ളിയിൽ ഫേമസ് ആയ ഒലീവിലോട്ട് ഞങ്ങൾ പോയി. റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒലീവിലോട്ട് എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം. അഫോർഡബിൾ പ്രൈസിന് ഷേക്സും വെറൈറ്റീസ് ഓഫ് റോൾസും ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങൾ 2 ലേസ് ചിക്കൻ പൊറോട്ട റോളാണ് ഓർഡർ ചെയ്തത്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താമസമാണ്. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഊബർ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോയി.